നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിൽച്ച് ബ്രീഡ്സിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ബ്രീഡ്സ് ഓഫ് കാറ്റിലിനെ 3 വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡയറി ബ്രീഡ്സ്, ഡ്രോഡ് ബ്രീഡ്സ്, ഡുവൽ പർപ്പസ് ബ്രീഡ്സ്. ആദ്യത്തെ വിഭാഗമാണ് ഡയറി ബ്രീഡ്സ്, രണ്ടാമത്തത് ഡ്രോഡ് ബ്രീഡ്സ്, മൂന്നാമത്തത് ഡുവൽ പർപ്പസ് ബ്രീഡ്സ്. ഡയറി ബ്രീഡ് എന്നാൽ പാലിനായി വളർത്തുന്ന പശുക്കൾ. ഡ്രോഡ് ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ ജോലിക്കായി നമ്മൾ വളർത്തുന്ന പശുക്കൾ. ഡുവൽ പർപ്പസ് ബ്രീഡ്സ് എന്നാൽ ജോലിക്കായും പാലിനായും വളർത്തുന്നവ. ഡ്രോഡ് പർപ്പസിനെ നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഡയറി ബ്രീഡ്സിൻ്റെ പ്രത്യേകത കൗസ് നല്ല മിൽക്കേഴ്സ് ആയിരിക്കും, നല്ല പാല് തരുന്നവയായിരിക്കും. പക്ഷേ ബുള്ളോഗ്സിനെ നമുക്ക് ജോലിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഡ്രോഡ് പർപ്പസ് ആകുമ്പം കൗസ് പാല് തരും, ബുള്ളോഗ്സിനെ നമുക്ക് ജോലിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഡയറി പർപ്പസ് ബ്രീഡ്സിൻ്റെ പ്രത്യേകതകൾ: പെൻഡുലസ് ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത്, ബ്രൈറ്റ് ഐസ്, കപ്പേഷ്യസ് അഡർ, ലൂസ് സ്കിൻ എന്നിവയാണ് പ്രത്യേകതകൾ. നല്ല വലിപ്പമുള്ള ഷീത്തും ഡ്യൂലാപ്പും ഉണ്ടായിരിക്കും, തിളക്കമുള്ള കണ്ണുകളായിരിക്കും, വലിപ്പമുള്ള അകിട്, ലൂസായ സ്കിന്നും ആയിരിക്കും ഇവയുടെ മെയിനായിട്ടുള്ള പ്രത്യേകതകൾ. ഇന്ത്യൻ ഡയറി ബ്രീഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ഇന്ത്യൻ ഡയറി ബ്രീഡ്സിന് ഉദാഹരണം സിന്ധി, സഹിവാൾ, ഗിർ. ഈ 3 നമുക്ക് പഠിക്കുവാനുള്ളത്. നന്നായി ഇത് പഠിക്കണം. ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാം. സഹിവാളിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒറിജിൻ വരുന്നത് മോണ്ട്ഗോമറി ഡിസ്ട്രിക്റ്റ് ഓഫ് പാകിസ്ഥാനാണ്. സഹിവാൾ ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ്. സഹിവാളിൻ്റെ സിനോണിമാണ് ലോല. എന്തുകൊണ്ടാണ് ലോല എന്ന് പേര് വന്നത്? ബിക്കോസ് ഓഫ് ദെയർ ലൂസ് സ്കിൻ. അയഞ്ഞു തൂങ്ങിയ തൊലി കൊണ്ടാണ് അതിനെ ലോല എന്ന് വിളിപ്പേര് വന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. ഇതിൻ്റെ നിറമെന്ന് പറയുന്നത് വേരിയസ് ഷെയ്ഡ്സ് ഓഫ് റെഡിൻ്റെ തന്നെ പല വെറൈറ്റി നിറങ്ങൾ ഇവയ്ക്ക് ഉണ്ടാകാം. ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ലെസ് ദാൻ 3 ഇഞ്ചസ്. ഇതൊരു മെയിൻ ക്യാരക്ടറാണ്. സഹിവാളിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറാണ് ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ലെസ് ദാൻ 3 ഇഞ്ചസ്. മറ്റ് ക്യാരക്ടേഴ്സ് ലൂസ് സ്കിൻ, വൊളൂമിനസ് ഡ്യൂലാപ്പ്, പെൻഡുലർ ഷീത്ത് ഇൻ ബുൾസ്, മാസീവ് ഹമ്പ് എന്നിവയാണ്. മിൽക്ക് ഈൽഡ് പെർ ലാക്ടേഷൻ വരുന്നത് 2500 കിലോഗ്രാം ആണ്. ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ് എന്ന് അറിയപ്പെടുന്നത്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ് എന്ന് അറിയപ്പെടുന്നത് സഹിവാളിനെയാണ്. എക്കണോമിക്കലി വളർത്താൻ പറ്റിയത് സിന്ധിയും. എന്നാൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഡയറി ബ്രീഡ് എന്ന് പറയുന്നത് സഹിവാളുമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ലോല എന്നാണ് അറിയപ്പെടുന്നത്. മോണ്ട്ഗോമറി ഡിസ്ട്രിക്റ്റ് ഇൻ പാകിസ്ഥാനിലാണ് ഒറിജിൻ വരുന്നത്. ലൂസ് സ്കിന്ന് കാരണമാണ് ലോല എന്നറിയപ്പെടുന്നത്. ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡാണ് സഹിവാൾ. കൊമ്പിൻ്റെ പ്രത്യേകത ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ആണ്, ലെസ് ദാൻ 3 ഇഞ്ചസ്. അടുത്തത് സിന്ധിയാണ്. സിന്ധിയുടെ മറ്റൊരു പേര് റെഡ് സിന്ധി എന്നാണ്. ഒറിജിൻ വരുന്നത് സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെയാണ് സിന്ധി എന്ന പേര് വന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. ബുൾസ് ഈസ് ഡാർക്കർ ഇൻ കളർ. സാധാരണ കൗസിനെക്കാട്ടി നിറം കൂടുതലായിരിക്കും ബുൾസിന് വരുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. മീഡിയം സൈസ്, ഹെവി ഹമ്പ്, വൊളൂമിനസ് ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത്, കപ്പേഷ്യസ് അഡർ, ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് എൻഡിങ് ഇൻ ബ്ലണ്ട് പോയിൻറ്റ്സ്. ഇത്രയും മെയിനാണ്. മിൽക്ക് ഈൽഡ് പെർ ലാക്ടേഷൻ വരുന്നത് 2000 കിലോഗ്രാം ആണ്. ഒരു റിമാർക്കുണ്ട്, മോസ്റ്റ് എക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസർ എമംഗ് ഇന്ത്യൻ ബ്രീഡ്സ്. ഇന്ത്യൻ ബ്രീഡ്സിനകത്ത് മോസ്റ്റ് എക്കണോമിക്കലി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രീഡാണ് നമ്മുടെ റെഡ് സിന്ധി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വളർത്തുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ലാഭകരമായി വളർത്താൻ പറ്റുന്ന ഇന്ത്യൻ ബ്രീഡാണ് റെഡ് സിന്ധി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൊമ്പിൻ്റെ പ്രത്യേകത കൂർത്ത കൊമ്പുകളല്ല, വളരെ ചെറുതും ബ്ലണ്ട് പോയിൻറ്റ്സിൽ അവസാനിക്കുന്നതുമായിട്ടുള്ള കൊമ്പുകളാണ് ഇവയ്ക്കുള്ളത്. ഡയറി ബ്രീഡ്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രീഡാണ് ഗിർ. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ഗിറിനെ കുറിച്ച്. വളരെ നല്ലപോലെ ഇത് പഠിക്കണം. ഗിറിൻ്റെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഗിറിനെ നേരിട്ട് കണ്ടാൽ ഒരു പാവത്തം തോന്നിക്കുന്ന ഒരു ബ്രീഡാണ് ഗിർ. ഒരു അടഞ്ഞുറക്കം തൂങ്ങിയ പോലുള്ളൊരു കണ്ണും 2 സൈഡിലേക്ക് ചരിഞ്ഞ കൊമ്പുകളും ഒക്കെയുള്ള പാവം പോലെ തോന്നുന്ന ഒരു ബ്രീഡാണ് ഗിർ.
ഗിറിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ഒറിജിൻ വരുന്നത് കത്തിയവാർ ഡിസ്ട്രിക്റ്റ് ഓഫ് ഗുജറാത്ത് ആണ്. കത്തിയവാരി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കത്തിയവാരി എന്നറിയപ്പെടുന്ന ബ്രീഡ് ഏതാണ്? ഗിർ. ഗിറിൻ്റെ ക്യാരക്ടർ ലോങ് പെൻഡുലസ് ഇയേഴ്സ് വിച്ച് റിസംബിൾസ് എ കോൾഡ് ലീഫ് ആൻഡ് ഹാവ് എ നോച്ച് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഇയർ. വെൽ പ്രൊപ്പോർഷനേറ്റ് ബോഡി, വിപ്പ് ലൈക്ക് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്, ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺസ്, ഹാഫ് ക്ലോസ്ഡ് ഐസ്, ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ്. ഉറക്കം തൂങ്ങിയ പോലുള്ള കണ്ണുകൾ ഉണ്ട്. നീണ്ട ചാട്ട പോലുള്ള വാല് ഇതിൻ്റെ പ്രത്യേകതയാണ്. മടങ്ങിയ ഇല പോലുള്ള ചെവിയാണ് ഇവയ്ക്കുള്ളത്. മിൽക്ക് ഈൽഡ് പെർ ലാക്ടേഷൻ വരുന്നത് 1700 കിലോഗ്രാം പെർ ലാക്ടേഷനാണ് വരുന്നത്. ഏറ്റവും കുറവ് പാല് തരുന്നത് ഗിറാണ്. മിൽച്ച് ബ്രീഡിനകത്ത്, നമ്മൾ വളർത്തുന്ന ഡയറി ബ്രീഡിനകത്ത് ഏറ്റവും കുറവ് പാല് തരുന്നത് നമ്മുടെ ഗിറാണ്. 1700 കിലോഗ്രാം പെർ ലാക്ടേഷനാണ് വരുന്നത്. സഹിവാൾ ഏറ്റവും കൂടുതൽ പാല് തരുന്ന ബ്രീഡാണ്. 2500 കിലോഗ്രാമാണ് വരുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എല്ലാ സ്ട്രെസ് കണ്ടീഷനും ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഗിറിനുണ്ട്. മറ്റുള്ളവയെ അപേക്ഷിച്ച് ഗിറിന് സ്ട്രെസ് കണ്ടീഷൻസ് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്.